നമ്മൾ യുകെനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ രാജ്യത്തെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ യുകെക്കുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ പിന്നെ ഇപ്പൊ ഒരു കാറുള്ളവരാണ് സത്യം പറഞ്ഞാൽ UK കാറുള്ളവരും ദുബായിൽ കാറുള്ളവരും തമ്മിൽ അതേസമയം ദുബായിൽ നമുക്ക് 3 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാണ് ഡേ കെയറിന് ആക്കുന്നതിന് ഒരു മാസം. ഹായ് ഫ്രണ്ട്സ്, അബീസ് വീക്കിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്തായിട്ട് തന്നെ നമ്മുടെ ചാനലിൽ കുറച്ച് ദുബായ് വീഡിയോസ് വന്നുകൊണ്ട് തന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ദുബായിനെ പറ്റി, അതായത് ദുബായിയുടെ എക്സ്പെൻസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നു. അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ ഒരു എക്സ്പെൻസും UK എക്സ്പെൻസും, അതായത് ഒരു ഫാമിലി വിത്ത് ഒരു കിഡായിട്ട് താമസിക്കുന്ന ഒരു ഫാമിലിയുടെ എക്സ്പെൻസും അതുപോലെ തന്നെ ദുബായിൽ ഒരു ഫാമിലി ആയിട്ട് താമസിക്കുന്ന എക്സ്പെൻസും ആണ് ഇന്ന് നമ്മൾ ചെയ്യണം. ഇതൊരിക്കലും രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വലിയ കമ്പാരിസൺ ഒന്നും അല്ല നമ്മൾ പറയണം, ജസ്റ്റ് എക്സ്പെൻസ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരുന്നു, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് മനസ്സിലാവും. പറ്റുവാണെങ്കിൽ ഞങ്ങൾ പറയണ കാര്യങ്ങൾ ഒരു പേപ്പറിൽ നോട്ടും ചെയ്തു. കാര്യം നമ്മളിത് അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ടും, ഞാനിപ്പോൾ ദുബായിൽ റീസെൻ്റ്ലി ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യണം. അപ്പം നമുക്ക് റെൻറ്റിൽ നിന്ന് തുടങ്ങാം അല്ലേ? അതിന് മുമ്പായിട്ട് വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കണം കേട്ടോ. അപ്പം UK നമ്മുടെ ഒരു മാസത്തെ റെന്റ് എത്രയാണ്? യുകെയില് റെന്റ് മാത്രം ഒരു 850, ഒരു ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ മിനിമം ഒരു 850 എന്താണേലും വരും ഒരു 2 ബെഡ്റൂം ഹൗസിന്. 2 ബെഡ്റൂം ഹൗസ്. ഈ 2 ബെഡ്റൂം ഹൗസ് തന്നെ നമുക്ക് ദുബായിൽ ഷാർജയിലാണെങ്കിൽ 2500 ദിർഹംസും വരും. അതേസമയം ദുബായിലാണെങ്കിൽ 3000 ദിർഹംസ്. അപ്പോൾ ഈ 2500 ദിർഹംസ് എന്ന് പറയുമ്പോൾ എത്രയാണെന്നൊരു സംശയമില്ല. നമ്മുടെ ഇന്ത്യൻ മണി 60,000 വരും. അപ്പോൾ UK ഒരു മാസത്തെ ഇന്ത്യൻ മണി എത്ര വരും? 95,000 രൂപയോളം വരും. അടുത്ത യൂട്ടിലിറ്റീസോ? യൂട്ടിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടേത് ഗ്യാസ്, വാട്ടർ, ഇലക്ട്രിസിറ്റിയും ഗ്യാസും കൂടെ ഒരുമിച്ചാണ്. വാട്ടറും കൂടെ ചേർക്കുവാണെങ്കിൽ നമുക്ക് ഒരു 165 പൗണ്ട്, അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു 20,000 രൂപയോളം നമുക്ക് അതിനായിട്ട് മാത്രം. അതേസമയം ദുബായിൽ ഇപ്പം കറണ്ടും വെള്ളവും ഗ്യാസും നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് വന്ന റേഞ്ച് എന്ന് പറയുന്നത് 600 ദിർഹംസ് ആണ്. 600 ദിർഹംസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി 15,000 രൂപ വരും. പിന്നെ ഒരു മെയിൻ ഘടകമാണ് വൈഫൈ. ദുബായിലേക്ക് വൈഫൈ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 രീതിയിൽ വൈഫൈ ഉപയോഗിക്കാം. ഒന്ന് ഇൻഡിവിജ്വൽ വൈഫൈയും ഒന്ന് ഷെയറിംഗ് വൈഫൈ. നമ്മൾ യൂസ് ചെയ്യണത് ഇൻഡിവിജ്വൽ വൈഫൈ ആണെങ്കിൽ നമുക്ക് 200 ദിർഹംസും, ഷെയറിംഗ് വൈഫൈ ആണെങ്കിൽ 100. അതായത് ഒരു മോഡൽ എടുത്തിട്ട് 2 പേര് ഷെയർ ചെയ്യുന്നതിനാണ് ഈ ഷെയറിംഗ് വൈഫൈ. കൂടുതലും ഇപ്പോൾ ദുബായിൽ ഞാൻ പോയപ്പം അതാണ് കണ്ടത്. UK എങ്ങനെയാണ് വൈഫൈക്ക്? പല റേഞ്ചിലുണ്ട്, പല കമ്പനിക്ക് പല റേഞ്ചിൽ. ഇപ്പം ഞങ്ങൾ എടുത്തിരിക്കുന്നത് 24 പൗണ്ടാണ് നമുക്ക് ആവുന്നത്. അപ്പോൾ ഒരു ആവറേജ് ഒരു 30 പൗണ്ട് കൂട്ടുക, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ആണെങ്കിലും ഒരു ആവറേജ് 30 പൗണ്ട്. പിന്നെ നമുക്ക് വരുന്നത് അത്യാവശ്യമായിട്ട് വേണ്ടത് ഗ്രോസറീസ് ആണ്. നമ്മൾ സാധനം മേടിക്കുന്നതും പച്ചക്കറി അതുപോലത്തെ ഒക്കെ മേടിക്കുന്നത് നമുക്ക് ഇവിടെ UK ഒരു 200 മുതൽ 250 പൗണ്ട് വരെ നമുക്ക് ഒരു മന്ത്ലി എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട് ഗ്രോസറിക്ക് മാത്രം ബില്ല്. അതേസമയം നമുക്ക് ദുബായിൽ വന്നത് നമുക്ക് 800 ദിർഹംസ് ടു 1000 ദിർഹംസ് വരെ നമുക്ക് ഒരു മാസം വരുന്നുണ്ട്. പിന്നെ UK നമുക്ക് വേറൊരു എക്സ്പെൻസ്, ഇപ്പൊ കാർ ഇല്ലാത്തവർ കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് ഓൾമോസ്റ്റ് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് തന്നെ ഇപ്പൊ നമ്മൾ ബസ് മാത്രമല്ല ട്രെയിനും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് മാസം ഒരു 150 പൗണ്ടോളം നമുക്ക് അതിന് മാത്രം ചെലവ് വരുന്നു. അതേസമയം നമുക്ക് ദുബായിൽ ഇപ്പൊ നമുക്കറിയാം, ദുബായിൽ മെട്രോ ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ നമുക്ക് ഒരു മാസത്തേക്ക് 350 ദിർഹംസിന്റെ ഒരു ഫുൾ പാക്കേജ് കാർഡ് എടുക്കുവാണെങ്കിൽ നമുക്ക് എല്ലാം കവറായി പോവും. ഓക്കെ, അത് ഒരാൾക്കാട്ടോ വരുന്നത്. ഓക്കെ, 350 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മണി ഏകദേശം 8,400 രൂപ. ഓക്കെ, പിന്നെ വരുന്ന ഒരു എക്സ്പെൻസ് ആണ് നമ്മൾ അല്ലറ ചില്ലറ വീക്കെൻഡ്സിലൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുക, എന്തെങ്കിലുമൊക്കെ കാണുക, ചിലവഴിക്കുക, അങ്ങനെ കുറച്ച് പൈസ പോകുന്നത്. അതായത് വെളിയിൽ പോയി ഫുഡ് കഴിക്കുക, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വെളിയിൽ നിന്ന് മിക്കവാറും ഫുഡ് എല്ലാവരും മേടിച്ച് കഴിക്കും. അപ്പോൾ അതുപോലത്തെ എല്ലാ ചിലവും കൂടെ ഒരു 110 പൗണ്ട്. 110 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 20,000 23,000 രൂപയോളം നമുക്ക് മാസം അതിനൊരു ചെലവ് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ ദുബായിയുടെ കേസിൽ ഒരു എന്റർടൈൻമെന്റും ഈറ്റിങ്ങും ഔട്ട്സൈഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഏകദേശം 200 ദിർഹംസ്. ഇപ്പം നോർമലി ഞാൻ പറയാം, ദുബായിൽ ഒരു പടം കാണുന്നതിന് 40 ദിർഹംസ് ആണ്. അത് ഓഫർ ഉള്ള ദിവസമാണെങ്കിൽ 23 ദിർഹംസിന് നമുക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ഓർത്ത് നോക്കുക, ഒരു മാസത്തേക്ക് ഒരു ആവറേജ് മനുഷ്യന് ഫുഡിങ്ങും എന്റർടൈൻമെന്റും 200 ദിർഹംസ്. പിന്നെ നമ്മൾ യുകെനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ രാജ്യത്തെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ യുകെക്കുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ പിള്ളേർ എഡ്യൂക്കേഷൻ. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പിന്നെ നമ്മൾ അവരെ ഏതെങ്കിലുമൊക്കെ ക്ലബ്സിൽ, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ക്ലബ്ബ്, അതുപോലെ എക്സ്ട്രാ 5 മണിക്ക് അല്ലെങ്കിൽ 4:30 ശേഷം ക്ലാസ്സിന് ശേഷം ഇരുത്തുന്ന ക്ലബ്ബ്, അങ്ങനെ ക്ലബ്ബുകൾക്ക് ചേർക്കുന്നതിന് മാത്രം എക്സ്ട്രാ അഡീഷണൽ ഫീസ് ആവും. അല്ലെങ്കിൽ നമുക്ക് സ്കൂൾ ഫീസ് എന്ന് പറയുന്നത് 0 ആണ്. ലിറ്ററലി ഒന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം ദുബായിൽ ഒരു 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് 1,250 ദിർഹംസ് എന്നാണ്.
അത് ഡിപ്പെൻസ് ഓൺ ദ സ്കൂളുകൾ അനുസരിച്ച് മാറും. ഞാനൊരു ഒട്ടും മോശമല്ല, ഒത്തിരി ഹൈ അല്ല, ഒരു മിഡിൽ റേഞ്ചിലുള്ള സ്കൂളിനാണ് ഈ 1250 എന്ന് പറയുന്നത്. അതായത് ഒരു മാസം നമ്മുടെ ഇന്ത്യൻ മണി 30,000 രൂപ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയേണ്ട വേറൊരു കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ കുട്ടി 3 വയസ്സിൽ താഴെയാണെങ്കിൽ, നമ്മൾ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട്, നോക്കാൻ വേറെ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒരു നഴ്സറി അല്ലെങ്കിൽ ഒരു ഡേ കെയറിൽ കൊണ്ടുവരണം. അതിന് നല്ല എക്സ്പെൻസീവ് ആണ്. മിനിമം എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഒരു 30 to 60 പൗണ്ടിന് ഇടയ്ക്ക് നമുക്ക് വരും. എന്താണേലും അതൊരു എക്സ്പെൻസ് തന്നെയാണ് 3 വയസ്സിൽ താഴെയാണ് നിങ്ങളുടെ കുട്ടിയെങ്കിൽ. അതേസമയം ദുബായിൽ നമുക്ക് 3 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാണ് ഡേ കെയറിന് ആക്കുന്നതിന് ഒരു മാസം 1000 ദിർഹംസ് ആണ് വന്നത്. അതായത് നമ്മുടെ നാട്ടിലെ 24,000 രൂപ. പിന്നെ നമ്മുടെ ഫുഡും കാര്യങ്ങളെല്ലാം കൊച്ചിനുള്ളത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പാക്ക് ചെയ്ത് കൊടുത്തു തുടങ്ങും. പിന്നെ ഇപ്പോൾ ഒരു കാറുള്ളവരാണ്, സത്യം പറഞ്ഞാൽ യു കെയിൽ കാറുള്ളവരും ദുബായിൽ കാറുള്ളവരും തമ്മിൽ വെച്ച് നോക്കുമ്പം യു കെയിൽ കാറുള്ളവർക്ക് ചിലവാവുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. കാര്യം യു കെയിൽ നമുക്കറിയാം, യു കെയിൽ ഇൻഷുറൻസ് മന്ത്ലിയാണ്. ഇപ്പോൾ എനിക്ക് 195 പൗണ്ട് മന്ത്ലി ഇൻഷുറൻസ്, പിന്നെ എ ഇൻഷുറൻസ് 22, അങ്ങനെ ഏകദേശം ഒരു 200 പൗണ്ട് ഇവിടെ എല്ലാവർക്കും തന്നെ ഇൻഷുറൻസ് വരുന്നുണ്ട്. അതേസമയം ദുബായിൽ ഒരു വർഷത്തേക്കാണ് ഒരു കാറിന് ഇൻഷുറൻസ് 800 ദിർഹംസ് ആണ് വരുന്നത്. അതായത് ഒരു മാസം ഏകദേശം ദുബായിൽ 66 ദിർഹംസ് ആണ് വരുന്നുള്ളൂ. അതായത് നമ്മുടെ നാട്ടിലെ 1500 രൂപയുടെ താഴെയാണ് നമുക്ക് കാറിന് ഇൻഷുറൻസ് വന്നുള്ളൂ. ഇപ്പം നമ്മൾ മൊത്തത്തിൽ ഒരു കമ്പാരിസൺ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് നമ്മളൊന്ന് എഴുതി കൂട്ടി. കാര്യം ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു സ്റ്റഡി നടത്തും. അപ്പം നമുക്കൊന്നൊരു കണക്കെന്ന് പറഞ്ഞാൽ യു കെയിൽ ഒരു മാസം നമ്മൾ ചിലവാക്കണം. ഇപ്പോൾ കറൻ്റ്ലി ഞങ്ങൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് 2,20,000 രൂപ ഒരു മാസം ഞങ്ങൾക്ക് ചിലവുണ്ട്. ഓക്കെ, അതിൽ നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം 2 ലക്ഷം രൂപയിൽ നിൽക്കും. അതേസമയം 2 ലക്ഷം രൂപ. അതേസമയം ദുബായിലുള്ള ഒരാൾക്ക് തന്നെ ഒരു മാസ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 1,54,000 രൂപയുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, പിന്നെ ഇതിൽ പല ഫാക്ടറുണ്ട്. ഇവിടെ നമ്മുടെ ക്ലൈമറ്റ് കുറച്ചുകൂടെ നല്ലതാണ്, ദുബായിൽ കുറച്ച് ചൂടാണ്. പിന്നെ ഇവിടെ നിന്ന് നാട്ടിൽ പോകണമെങ്കിൽ നമുക്ക് 13 മണിക്കൂർ വേണം. പക്ഷേ ദുബായിൽ നിന്ന് നാട്ടിൽ പോകണമെങ്കിൽ 4.5 മണിക്കൂറും കൊണ്ട് നാടെത്തും. പിന്നെ എല്ലാ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള പ്ലസ്സും മൈനസും ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് ആരോടും ഇത് കണ്ടിട്ട് ഓടിപ്പിടിച്ച് ദുബായിക്ക് പോകാനോ ഒന്നും പറയണില്ല. ഇപ്പോൾ യു കെന്ന് ദുബായിലോട്ട് പോകാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ ജസ്റ്റ് ബേസിക്കലി ഞാൻ അവർക്കൊരു ടിപ്സ് പറഞ്ഞു കൊടുക്കണം. എന്നാ വെച്ചാൽ ഇപ്പം നമുക്ക് യു കെന്ന് നമുക്ക് ഓണറേബിൾ വിസ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 48 പൗണ്ട് നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഷെയർ കോഡ് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് പോകാം. അവിടെ ചെന്ന് ഇറങ്ങുക, ദുബായി ചെന്ന് ഇറങ്ങുമ്പോൾ മർഹബ ലോഞ്ച് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞ് 7 ദിവസത്തെ 14 ദിവസത്തെ വിസിറ്റിംഗ് വിസയ്ക്ക് ആകെ നമുക്ക് ചിലവാണ് 48 പൗണ്ടാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവിടെ പോയി എല്ലാം ഒന്ന് കറങ്ങി മനസ്സിലാക്കാം. ഇവിടെ നിന്ന് എല്ലാം നിർത്തി നിങ്ങൾ ദുബായിക്ക് പോകണേക്കാൾ നല്ലത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് പോയി പഠിക്കുന്നതാണ്. ഇത് ഒരു രാജ്യത്തിനെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ട് പോകാൻ വേണ്ടി പറയുന്ന ഒരു വീഡിയോ അല്ല. ഇതാണ് ഇതിൻ്റെ സംഭവം. കാര്യം നമ്മളോട് ഇപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നു. അതൊന്ന് പറ. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം, അത് ഇനീഷ്യലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരാൾ ഒരു സ്കിൽഡ് വർക്കർ വിസയിൽ യു കെയിൽ എത്തിയെന്ന് വിചാരിക്കും. അയാളുടെ കൂടെ എത്ര ഡിപ്പെൻഡൻ്റ് ഉണ്ടോ അത്രയും ഡിപ്പെൻഡൻറ്റും സെയിം എമൗണ്ട് ആണ് നമുക്ക് ചിലവാകുന്നത്. അതായത് ഒരു വർഷത്തേക്ക് നമ്മൾ വിസ ഫീസും അടയ്ക്കണം, അതുപോലെ തന്നെ IHS ചാർജും. ഈ വിസ ഫീസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 800 to 900 പൗണ്ട് നമുക്ക് ഒരു വർഷത്തേക്ക്, അല്ലെങ്കിൽ എത്ര വർഷത്തേക്കാണ് അടയ്ക്കുന്നത് അത്രയും വർഷത്തേക്കും ചേർത്ത് നമുക്കൊരു 800 to 900 പൗണ്ട് മതി. പക്ഷേ IHS എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് 1,050 അപ്രോക്സിമേറ്റ്ലി 1,050 പൗണ്ടോളം വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് ഒരു വർഷത്തേക്ക് ഒരു ഡിപ്പെൻഡൻറ്റിന് നമ്മൾ ചിലവാക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2,13,000 രൂപയോളം അടുപ്പിച്ചാണ്. ബട്ട് ഇതേ തന്നെ നമ്മൾ ദുബൈയിലാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ഓരോ ഡിപ്പെൻഡൻറ്റിനും ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ചിലവെന്ന് പറയുന്നത് വെറും 34,000 രൂപയാവുന്നുള്ളൂ. അപ്പം തന്നെയാണ്, അതാണ് ഏറ്റവും വലിയൊരു ദുബായ് ആൻഡ് യു കെ തമ്മിലുള്ളൊരു കമ്പാരിസൺ. ഡിപ്പെൻഡൻ്റ് ഉണ്ടെങ്കിൽ എത്ര ഡിപ്പെൻഡൻ്റ് ഉണ്ടോ അത്രയും പേർക്ക് നമ്മൾ ഈ 2,13,000 വെച്ചിട്ട് നമ്മൾ വർഷം അടച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ദുബൈയിൽ ഈ പറഞ്ഞ പോലെ 34,000 രൂപയുടെ കാര്യമുള്ളൂ. അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുവാണ്. അപ്പോൾ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ മച്ചാൻ.